ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം വചന നിമിഷങ്ങൾ പങ്കിടുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാന നിമിഷങ്ങൾക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള തിരുവെഴുത്തുകളാണ്. നല്ലതും ചീത്തയുമായ അത്തിപ്പഴത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ദ ലെസൺസ് ഫ്രം ദ ഗുഡ് ആൻഡ് ബാഡ് ഫിഗ്സ്. നല്ലതും ചീത്തയുമായ അത്തിപ്പഴത്തിൽ നിന്നുള്ള പാഠം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതൊരു വേദഭാഗം നമ്മൾ കൈകാര്യം ചെയ്താലും അതിനെല്ലാം ഒരു സന്ദേശമുണ്ടാകും. നീതിയായിട്ടുള്ള ഓരോ എഴുത്തുകൾക്കും ഒരു ഗുണപാഠം ഉണ്ടാകും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹൊന്യാവെയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ 2 കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നത് പ്രവാചകനെ കാണിക്കുകയാണ്. അതിൽ ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആഹാത്തതും തിന്മാൻ പാടില്ലാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴം അവിടെ ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അതിന് യിരെമ്യാവിൻ്റെ മറുപടി ഇങ്ങനെയാണ്: നല്ല അത്തിപ്പഴം എത്രയും നല്ലതും ആഹാത്തത് എത്രയും ആഹാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായത് ഇപ്രകാരമാണ്: ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. നല്ലതേ കതിരാകത്തുള്ളൂ, ചീത്തയായത് ഒരിക്കലും കതിരാവുകയില്ല. നമ്മുടെ ക്രിസ്തീയ ദൗത്യം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവസമക്ഷത്തിൽ നല്ല തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴം പോലെ ജീവിക്കുക എന്നുള്ളതാണ്. പ്രവർത്തിക്കുക, ജീവിക്കുക, മരിക്കുക എന്നുള്ളതാണ്. ആഹാത്തതാകാനല്ല, ക്രിസ്തുവിന് വേണ്ടി നമ്മെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ ഭോജനമാകുക എന്നുള്ളതാണ് നല്ല തലപ്പഴം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് നല്ല തലപ്പഴം എന്ന് പറയുന്നത്? നന്മയുള്ളവൻ, ദൈവഭക്തിയുള്ളവൻ, ദൈവാശ്രയമുള്ളവൻ, ദൈവസ്നേഹമുള്ളവൻ, കൃപയുള്ളവൻ, നല്ല ഹൃദയമുള്ളവൻ, ശുദ്ധ മനസാക്ഷിയുള്ളവൻ, നീതിയുള്ളവൻ. ഇവരാണ് ജീവിതത്തിൻ്റെ നല്ല തലപ്പഴം പോലുള്ള അത്തിപ്പഴം എന്ന് പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ഈ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് മധുരം പകരുവാൻ കഴിയുന്ന നല്ല തലപ്പഴം പോലെയുള്ള അത്തിപ്പഴങ്ങളായി മാറാൻ കഴിയണം. ആകാത്തതാകാൻ നമ്മൾ ആഗ്രഹിക്കരുത്, ആകുന്നതാകാൻ നാം ആഗ്രഹിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് മറ്റുള്ളവർക്ക് ഇടർച്ചയാകുന്ന ചീത്ത അത്തിപ്പഴങ്ങളെപ്പോലെ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികളും ജീവിതമൊക്കെയും ആയിത്തീരുകയാണ്. ക്രിസ്തുവിൽ വസിക്കുന്ന, ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്നവർ ജീവിതത്തിൽ നല്ല തലപ്പഴം പോലെയുള്ള അത്തിപ്പഴങ്ങളായി മാറും. ഈ ബാബേലിലേക്ക് പോയിരിക്കുന്നവരെ ഞാൻ നല്ല അത്തിപ്പഴം പോലെ വിചാരിക്കും. ഇനി അവർക്ക് ദൈവം ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വയ്ക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ അവരെ പണിയും പൊളിച്ച് കളയുകയില്ല. മൂന്നാമത്തേത്, ഞാൻ അവരെ നടും പറിച്ച് കളയുകയില്ല. നാലാമത്തേത്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അറിയുവാൻ തക്കവണ്ണം ഉള്ളൊരു ഹൃദയം അവർക്ക് കൊടുക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, ഒരു ദൈവ ജനമായി, ഒരു വിശുദ്ധ ജനമായി അന്ത്യം വരെയും ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആറാമതായി, ചീത്ത അത്തിപ്പഴത്തിൻ്റെ ഫ്യൂച്ചർ എന്തായിത്തീരും, ചീത്തയായ അത്തിപ്പഴത്തിൻ്റെ ഭാവി എന്തായിത്തീരും എന്നും കൂടെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ദൃഷ്ടിപഥത്തിലിരുന്ന് വളരുവാനും ജീവിപ്പാനും പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ദൃഷ്ടിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദൃഷ്ടിപഥമില്ലാത്ത ഇടത്തേക്ക് ഞങ്ങൾക്ക് വളരുവാനോ ജീവിക്കുവാനോ അവിടെ ഇടവരുത്തരുതേ. ദൈവകൃപയിൽ നിലനിന്ന് വളരുവാൻ സഹായിക്കണമേ. ഞങ്ങളിന്ന് ചിന്തിച്ചതുപോലെ എത്രയോ പേർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അവർക്ക് വളർച്ചയല്ല, ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവമുണ്ടായി.
ഈ കാലഘട്ടങ്ങളിലും ദൈവദൃഷ്ടിയിൽ നിലനിൽക്കുന്നവൻ്റെ ഒരു വിശ്വസ്തൻ്റെ ജീവിതത്തിൽ, ദൈവഭക്തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. അവന് സ്ഥിരത പൂണ്ട് ഈ ഭൂതലത്തിൽ അനുഗ്രഹമായിട്ട് ജ്വലിച്ചു വരുവാനായിട്ട് സാധ്യമാകുന്നുവല്ലോ. അങ്ങനെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് വളരുവാനും ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളുടെ ജീവിതം ദൈവദൃഷ്ടിയിൽ തന്നെ അവസാനിപ്പിക്കുവാനും ദൈവദൃഷ്ടിയിരിക്കുന്ന ആ നിത്യജീവിതത്തിലും നിത്യരാജ്യത്തിലും ഞങ്ങൾക്ക് ഓഹരിക്കാരാകാൻ അവിടുന്ന് സഹായിക്കണം. ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. തങ്ങളെ തന്നെ തിരുത്തി ദൈവകൃപയിൽ ശരണപ്പെടുവാനുള്ള ഭാഗ്യവും അവസരവും എല്ലാവർക്കും ദാനം ചെയ്യണം. തിരുകൃപ കൊണ്ട് നിറയ്ക്കണം. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച് അവിടെ ദൃഷ്ടിയിൽ വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.